പുതുവർഷത്തേക്കുള്ള കലണ്ടറുകൾ മിക്ക വീടുകളിലും എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോഴൊക്കെ മിക്ക കലണ്ടറുകളിലും ആ വർഷത്തെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെല്ലാം കൊടുക്കാറുണ്ട്. വിവാഹം, ഗൃഹാരംഭം ഇങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകൾക്ക് മുഹൂർത്ത സമയങ്ങൾ കൂടി മിക്ക കലണ്ടറുകളിലും രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഇവയെല്ലാം കണ്ണും പൂട്ടി സ്വീകരിക്കാനുള്ളതല്ല എന്ന് മിക്കവർക്കും അറിയില്ല. ഓരോ ചടങ്ങുകൾക്കും, അതായത് വിവാഹത്തിനാകട്ടെ, ഗൃഹാരംഭത്തിനാകട്ടെ, ചോറൂണിനാകട്ടെ, ഓരോ ചടങ്ങുകൾക്കും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളുണ്ട്. ഈ ഓരോ മാനദണ്ഡങ്ങൾ പരിഗണിച്ച് അതിനുപയുക്തമായ ഘടകങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയാണ് കലണ്ടറുകളിലൊക്കെ മുഹൂർത്തങ്ങൾ രേഖപ്പെടുത്താറുള്ളത്. ഘടകങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് രാശി, നക്ഷത്രം, തിഥി, കരണം ഇങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട്. ഇതൊക്കെ യോജ്യമാണെങ്കിലാണ് ഈ കലണ്ടറുകളിലൊക്കെ അത് മുഹൂർത്തമായി രേഖപ്പെടുത്താറുള്ളത്. പക്ഷേ അത് നമ്മുടെ ജന്മനക്ഷത്രത്തിന് കൂടി അനുയോജ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ. അത് പലർക്കും അറിയില്ല. ഒരു ടേബിളിൽ പോഷക സമ്പുഷ്ടമായിട്ടുള്ള നിറയെ പലഹാരങ്ങൾ അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു എന്ന് കരുതും. ഇവയൊക്കെ പോഷക സമ്പുഷ്ടമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചല്ലേ നമുക്ക് അവ കഴിക്കാൻ കഴിയുള്ളൂ. ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ പഞ്ചസാര കലർന്ന പലഹാര സാധനങ്ങൾ ഒഴിവാക്കേണ്ടി വരും. രക്തസമ്മർദ്ദം കൂടിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിയ ഭക്ഷണ സാധനങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടാണ് ഈ കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലുമൊക്കെ ഉള്ള മുഹൂർത്തങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കുടുംബാംഗങ്ങൾ ചേർന്നിരുന്ന് ഒരു ചടങ്ങിനെക്കുറിച്ച് സംസാരിച്ച് തീരുമാനമെടുക്കുമ്പോൾ അതിൽ പഞ്ചാംഗമോ കലണ്ടറോ ഒക്കെ നോക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ അവർ ഉടനെ അത് പരിശോധിച്ചിട്ട് ഇന്ന ദിവസം നല്ലതാണെന്ന് പറയും. ആ ദിവസത്തിനെക്കുറിച്ച് എല്ലാവരും ഒരു ധാരണയിലെത്തും. എന്താണെങ്കിലും ഒരു പ്രസിദ്ധമായ കലണ്ടറാണ്, അതിനകത്ത് തെറ്റ് വരാൻ വഴിയില്ല. ആ നാളെന്തായാലും വിവാഹത്തിന് അല്ലെങ്കിൽ ഗൃഹാരംഭത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു ജ്യോത്സ്യരെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള സമയമൊക്കെ എഴുതി മേടിക്കാം. പക്ഷേ ആ ദിവസത്തിനെക്കുറിച്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് തീരുമാനിക്കാം എന്നൊരു ധാരണയിലെത്തുകയും അത് പ്രകാരം പോയിട്ട് ഓഡിറ്റോറിയത്തിന് വെക്കുകയും വരെയും ചിലപ്പോൾ ടോക്കൺ അഡ്വാൻസുകളൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പിന്നീടായിരിക്കും ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ നക്ഷത്ര ജാതന് അത് അനുയോജ്യമായിട്ടുള്ള മുഹൂർത്തമല്ല. വിവാഹത്തിനാണെങ്കിലും ഗൃഹാരംഭത്തിനാണെങ്കിലും മുഹൂർത്തത്തിൽ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഈ വ്യക്തിക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീഫണ്ടബിൾ അല്ല, തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റില്ല. നമ്മുടെ ജന്മനക്ഷത്രം വെച്ച് അത്യാവശ്യം ഒഴിവാക്കേണ്ട ചില ഘടകങ്ങളെങ്കിലും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരില്ല. ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രത്തിനെ അടിസ്ഥാനമാക്കി ഒഴിവാക്കപ്പെടേണ്ട ദോഷ സമയങ്ങളെയാണ് കർത്തൃദോഷങ്ങളെന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടവ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ജനിച്ച നക്ഷത്രത്തിൻ്റെ 3, 5, 7 ആയി വരുന്ന നക്ഷത്രങ്ങൾ നമ്മൾ ഒരു ചടങ്ങുകൾക്കും അല്ലെങ്കിൽ ശുഭകർമ്മങ്ങൾക്കും സ്വീകരിച്ചുകൂടാ. ഇപ്പോൾ രേവതിയാണ് നമ്മൾ ജനിച്ച നക്ഷത്രമെങ്കിൽ രേവതി നമ്മൾ 1 എന്ന് എണ്ണുക. എന്നിട്ട് അശ്വതി, ഭരണി, ഭരണിയാണ് 3ാമതായിട്ട് വരുന്ന നക്ഷത്രം. പിന്നെ കാർത്തിക, രോഹിണി, രോഹിണിയാണ് 5ാമതായിട്ട് വരുന്ന നക്ഷത്രം. തിരുവാതിരയാണ് 7ാമതായിട്ട് വരുന്ന നക്ഷത്രം. ഇങ്ങനെ വിരലിൽ തന്നെ കണക്ക് കൂട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ജന്മനക്ഷത്രത്തിൽ നിന്നും 3, 5, 7 ആയി വരുന്ന നക്ഷത്രങ്ങളാണ് ആ മുഹൂർത്തങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ മുഹൂർത്തങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള ധാരണ മനസ്സിൽ വേണം. അടുത്തതായി പരിശോധിക്കേണ്ടത് ഈ മുഹൂർത്തത്തിന് കൊടുത്തിരിക്കുന്ന നക്ഷത്രം നമ്മുടെ അഷ്ടമരാശി കൂറിൽപ്പെടുന്നതാണോ എന്നാണ്. നമ്മൾ ജനിച്ച രാശി ഉണ്ടല്ലോ, ഇപ്പോൾ അതായത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം, മേടരാശി, ഇങ്ങനെ പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ നമ്മൾ ജനിച്ച രാശിയുടെ 8 എന്ന് പറയുമ്പോൾ ആ രാശിയിൽ നിന്നും പ്രദക്ഷിണമായിട്ട് ക്ലോക്ക് വൈസായിട്ട് നമ്മൾ 1, 2 എന്നെണ്ണണം. ആ രാശി 1 എന്ന് തന്നെ എണ്ണി തുടങ്ങണം. അങ്ങനെ എണ്ണിയിട്ട് 8ആയി വരുന്ന ഏത് രാശിയാണോ ആ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണോ മുഹൂർത്തത്തിന് കൊടുത്തിരിക്കുന്നത് നോക്കണം. ഇപ്പോൾ പറഞ്ഞ നമ്മൾ രേവതി നക്ഷത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ രേവതി നിൽക്കുന്നത് ഏത് രാശിയിലാണ്? മീനരാശിയിലാണ്. ആ മീനരാശി 1 എന്ന് എണ്ണി തുടങ്ങിയാൽ മീനം, മേടം അങ്ങനെ എണ്ണി വരുമ്പോൾ 8ആയി വരുന്നത് തുലാം രാശിയാണ്. ആ തുലാം രാശിക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 3/4 ഭാഗം. അപ്പോൾ ഈ 3 നാളുകൾ ആ വ്യക്തിയുടെ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശുഭകർമ്മങ്ങൾക്ക് സ്വീകരിക്കാൻ പാടില്ല. അടുത്തതായി ഒഴിവാക്കേണ്ടത് 88ാം കാൽ, 108ാം കാൽ എന്നിവയാണ്.
ഈ 88-ാം കാലം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച നക്ഷത്രപാദം 1 എന്നെണ്ണിയിട്ട് 88-ാമത്തെ നക്ഷത്രപാദം ഏതാണോ ആ നക്ഷത്രപാദമാണ് മുഹൂർത്തമായി കൊടുത്തിരിക്കുന്നതെങ്കിൽ സ്വീകരിക്കാൻ വഴിയില്ല എന്നർത്ഥം. അപ്പോൾ ഈ 88-ാം കാലമൊക്കെ സാധാരണക്കാർ കണ്ടുപിടിക്കാൻ ഇത്തിരി പ്രയാസമായിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ നമ്മൾ എണ്ണി നോക്കുക, ഈ നമ്മുടെ ജന്മനക്ഷത്രത്തിൽ നിന്നും 22-ാമത്തെയോ 23-ാമത്തെയോ നക്ഷത്രമാണ് ആ മുഹൂർത്ത നക്ഷത്രമായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ, മുഹൂർത്ത സമയത്തെ നക്ഷത്രമായിട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ നക്ഷത്രങ്ങൾ ജ്യോതിഷിയെ കാണിക്കാതെ നിങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷിയെ കാണിച്ച് ഉറപ്പ് വരുത്താതെ തീരുമാനത്തിലെത്തരുത്. ഈ 2 നക്ഷത്രങ്ങളിലാണ് ഈ 88-ാമത്തെ നക്ഷത്രക്കാൽ വരാൻ സാധ്യതയുള്ളത്. 108-ാം കാൽ കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രയാസവുമില്ല. നമ്മൾ ജനിച്ച ഏത് നക്ഷത്രപാദമാണോ അതിന് തൊട്ട് പിന്നിലുള്ള നക്ഷത്രപാദമാണ്. അതായത് തലേ കാലം എന്നാണ് അതിന് പറയുന്നത് തന്നെ. ഇപ്പോൾ രേവതി 1-ാം പാദത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഉത്രട്ടാതിയുടെ ഒടുവിലത്തെ പാദമാണ് 108-ാം കാൽ. അശ്വതിയുടെ 2-ാം പാദത്തിൽ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അശ്വതിയുടെ 1-ാം പാദം തന്നെയാണ് 108-ാം കാൽ. അപ്പോൾ അങ്ങനെ ഈ 108-ാം കാലം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിന് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. പിന്നീട് പരിശോധിക്കേണ്ടത് ആ കലണ്ടറിൽ മുഹൂർത്തം കൊടുത്തതിനോടൊപ്പം ആ മുഹൂർത്ത രാശി എടുത്തു കൊടുത്തിട്ടുണ്ട്, പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രാശിയുടെ പേരെന്താണെന്ന് നോക്കുക. അത് നമ്മുടെ ജന്മരാശിയുടെ 8-ാമത്തെ രാശിയുടെ പേരല്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അഷ്ടമരാശി കൂറ് എന്ന് പറയുന്നതും അഷ്ടമരാശി സമയം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അഷ്ടമരാശി കൂറ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 2.25 നക്ഷത്രങ്ങൾ വരും. അതേസമയം അഷ്ടമരാശി സമയം എന്ന് പറയുന്നത് ഒരു ഉദ്ദേശം 2 മണിക്കൂർ സമയം മാത്രമാണ്. അപ്പോൾ അത് കുറച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ മുഹൂർത്തത്തിൻ്റെ രാശിയായിട്ട് കൊടുത്തിരിക്കുന്നത്, മുഹൂർത്ത ലഗ്നമായിട്ട് കൊടുത്തിരിക്കുന്നത് ഏത് പേരാണെന്ന് നോക്കുക. അത് നമ്മുടെ ജന്മ രാശി തൊട്ട് എണ്ണിയിട്ട് 8-ാമത്തെ രാശിയുടെ പേരല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇനി സാധാരണക്കാർക്ക് ഒരു സംശയം വരാനിടയുള്ളത് വിവാഹം പോലെയുള്ള ചില ചടങ്ങുകളെ കുറിച്ചാണ്. വിവാഹത്തിന് വരൻ്റെയാണോ വധുവിൻ്റെയാണോ ഇത്തരം കാര്യങ്ങളിൽ ഈ കർത്തൃദോഷങ്ങൾ ഒഴിവാക്കേണ്ടത് എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരാം. 2 പേരുടെയും ഒഴിവാക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അതിൽ പ്രത്യേകം എടുത്തു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വധു പ്രധാനമായിട്ടുള്ള ചടങ്ങാണ്. വധുവിൻ്റെ കർത്തൃദോഷങ്ങൾ തന്നെയാണ് ഒഴിവാക്കേണ്ടത്. വരൻ്റെയും കൂടി ഒഴിവാക്കാനായാൽ അത്രയും നന്ന്. പക്ഷേ വരൻ്റെ ജന്മനക്ഷത്രം തീർച്ചയായും ഒഴിവാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. വധുവിൻ്റെ ജന്മനക്ഷത്രം സ്വീകരിച്ചാൽ പോലും വരൻ്റെ ജന്മനക്ഷത്രം ഒഴിവാക്കണമെന്ന് വ്യവസ്ഥയുണ്ട്. അതേപോലെ നമ്മുടെ പാലുകാച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗൃഹപ്രവേശം എന്ന് പറയുന്ന ചടങ്ങ്, ആ ചടങ്ങും ഇതേപോലെ സ്ത്രീ പ്രധാനമായിട്ടുള്ള ചടങ്ങാണ്. അതിന് വീട് വയ്ക്കുന്നത് ഒരു പുരുഷനായി കഴിഞ്ഞാൽ പോലും ആ വീട്ടിലെ അടുക്കള കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആരാണോ അവിടെ പ്രധാനപ്പെട്ട വനിതയായിട്ടുള്ളത് അവരുടെ കർത്തൃദോഷങ്ങളാണ് ഒഴിവാക്കേണ്ടത്. അമ്മയുണ്ടെങ്കിൽ അമ്മയുടേതാകാം, അല്ലെങ്കിൽ ഭാര്യയുടേതാകാം, അല്ലെങ്കിൽ മൂത്ത സഹോദരിയുടേതാകാം. ആരാണോ ആ വീട്ടിൽ സ്ത്രീകളായിട്ട് ഉള്ളത് അവരുടെ കർത്തൃദോഷങ്ങളാണ് ഒഴിവാക്കേണ്ടത്. ഇക്കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു ജനനം കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി എടുക്കുന്ന ഒട്ടുമിക്ക ചടങ്ങുകൾക്കും അവരുടെ കർത്തൃദോഷങ്ങൾ തന്നെയാണ് ഒഴിവാക്കേണ്ടത്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ചടങ്ങുകളാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജന്മനക്ഷത്രമാണ് കണക്കാക്കുന്നത്. രോഗങ്ങൾക്ക് ചികിത്സയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, സ്വയം ചികിത്സകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന്. ചിലപ്പോൾ ചില മരുന്നുകളെക്കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ടാവും, അത് ഇന്ന അസുഖത്തിനുള്ള മരുന്നാണെന്നും അറിവുണ്ടാകും. പക്ഷേ ഒരു രോഗം വരുമ്പോൾ ഒരു ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് തന്നെ നമ്മൾ മരുന്നുകൾ കഴിക്കാൻ തുടങ്ങുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് പോലെ ഒരു ജ്യോതിഷിയെ കണ്ട് സമയം ഉറപ്പുവരുത്തിയിട്ട് തന്നെ മുൻപോട്ട് പോകുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതും അതിന് വലിയ ജ്യോതിഷികളെ തിരക്കി പോകണമെന്നൊന്നുമില്ല. നിങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ഏത് ജ്യോതിഷിക്കും മുഹൂർത്തങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അവബോധം ഉണ്ടാകും. കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ പ്രവചനങ്ങൾക്ക് വലിയ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാവണമെന്നോ ഒന്നുമില്ല. ഇതൊക്കെ ഈ ജ്യോതിഷത്തിൻ്റെ ബേസിക് അറിയാവുന്നവർക്ക് പോലും മുഹൂർത്തങ്ങളൊക്കെ എടുക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആശങ്കയും ആവശ്യമില്ല. അതായത് നമ്മുടെ അടുത്തുള്ള ജ്യോതിഷി എടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല സമയം കിട്ടുമോ, അങ്ങനെയുള്ള ഒരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പഞ്ചാംഗങ്ങളിലായിക്കോട്ടെ കലണ്ടറുകളിലായിക്കോട്ടെ വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ മുഹൂർത്തങ്ങളായിട്ട് ഒരു വർഷത്തിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഓരോ മാസങ്ങളിലും ആയിരക്കണക്കിന് വിവാഹങ്ങളും ഗൃഹാരംഭങ്ങളും പാലുകാഴ്ചയും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ കലണ്ടറുകളിലോ പഞ്ചാംഗങ്ങളിലോ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹൂർത്തങ്ങളിലല്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ 4-5 ദിവസങ്ങളിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജ്യോതിഷി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റുന്ന ദോഷങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള അങ്ങനെയുള്ളൊരു സമയമാണ് നമുക്ക് മുഹൂർത്തങ്ങളായിട്ട് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എടുത്തു തരുന്നത്. ചിലപ്പോൾ 5-6 മാസങ്ങൾ തുടർച്ചയായിട്ട് വിവാഹത്തിലൊന്നും മുഹൂർത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല.
അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ആ സമയത്തിനുള്ളിൽ പരമാവധി ദോഷങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള സമയങ്ങൾ എടുത്തു തരാൻ ഒരു ജ്യോതിഷിക്ക് കഴിയും. അപ്പോൾ മുൻപ് സൂചിപ്പിച്ചവയൊക്കെ കർത്തൃദോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൂടാതെ വേറെയും ചില കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്. നമ്മുടെ അനുജന്മ നക്ഷത്രങ്ങളുടെ ഓരോ നക്ഷത്രങ്ങൾക്കും 2 അനുജന്മ നക്ഷത്രങ്ങൾ വീതമുണ്ടെന്ന് മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് ഓർക്കുമല്ലോ. അശ്വതി, മകം, മൂലം, അങ്ങനെ. ഒന്നാം അനുജന്മ നക്ഷത്രം എടുത്താൽ അതിൻ്റെ 3, 5, 7 ആയി വരുന്ന നക്ഷത്രങ്ങളുടെ കാവാലിക്കാരുകൾ ഒഴിവാക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതേപോലെ രണ്ടാമത്തെ അനുജന്മ നക്ഷത്രത്തിൻ്റെ 3, 5, 7 ആയി വരുന്ന നക്ഷത്രങ്ങളുടെ പാപാംശം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കണമെന്നും വിധിയുണ്ട്. ഇതൊക്കെ ഒരു ജ്യോതിഷിക്കാണ് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആദ്യം പറഞ്ഞ കാര്യങ്ങളെങ്കിലും ശ്രദ്ധിച്ചാൽ അത്രയെങ്കിലും നമുക്കൊരു ധാരണയിലെത്താൻ പറ്റുമല്ലോ. ഏറെക്കുറെ കൊള്ളാവുന്ന ഒരു മുഹൂർത്തത്തെ കുറിച്ച് ധാരണയിലെത്താം. പിന്നീട് ജ്യോതിഷിയെ കണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്യാം. അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഇത്രയും ദോഷങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞെങ്കിലും പലപ്പോഴും ഇതൊന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റാറില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ആവശ്യപ്പെടുന്ന ഒരു സമയത്തിന് 2 മാസം 1 മാസം സമയത്തിനുള്ളിലാണ് ഒരു മുഹൂർത്തം ആവശ്യപ്പെടുന്നതെങ്കിൽ ആ സമയത്തിനുള്ളിൽ പലപ്പോഴും ഇതിന് പല കാര്യങ്ങളിലും നേരെ കണ്ണടച്ചെങ്കിലേ മതിയാവുള്ളൂ. ചിലപ്പോൾ 5-ാം നാളും 7-ാം നാളും 3-ാം നാളും ഒക്കെ സ്വീകരിക്കേണ്ടതായി വരും എന്നർത്ഥം. അപ്പോൾ ആരെങ്കിലും മുഹൂർത്തം എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കണ്ണും പൂട്ടിയത് തെറ്റാണെന്നും പറഞ്ഞു കളയരുത്. കാരണം ആ ജ്യോതിഷിക്ക് എഴുതി കൊടുത്ത ആരാണോ ആ ജ്യോതിഷിക്ക് ഈ പരിമിതികളുണ്ടാവാം. അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട ഒരു കാലാവധിക്കുള്ളിൽ മറ്റു നല്ല മുഹൂർത്തങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതിൽ ഏറ്റവും ഭേദം എന്ന് തോന്നുന്ന ഒരു മുഹൂർത്ത സമയം എടുക്കും. അത് ചിലപ്പോൾ ഈ കർത്തൃദോഷങ്ങളിലൊക്കെ പെടുകയും ചെയ്യും. ആ ധാരണ കൂടി മനസ്സിൽ വയ്ക്കണം.